അങ്ങനെയായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ സാധാരണ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും. ഞങ്ങൾക്കും വളരെയധികം താങ്ക് യു പ്രോജക്ട് ചെയ്യാനുള്ള അവസരം തന്നതിൽ. പിന്നെ ഞാനിപ്പോ എന്തായാലും ഫൈനലി നമ്മുടെ പ്രൊജക്ട് ഓൺ ആയിട്ട് ഒരു 2 വീക്സ് ഏകദേശം നമുക്ക് ആയിട്ടുണ്ടാവും. അതെ അതെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു എങ്ങനെയുണ്ട് വർക്കിംഗ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രയൽ നോക്കാനും പ്രൊജക്ട് ഞങ്ങൾ ഡെലിവർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, ഒഫീഷ്യലി ഡെലിവർ ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഈ ഒരു ഫയലോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ഡെലിവറി നടന്നത്. ഓക്കെ, ഇത് ശരിക്കും എന്താ ഇതിൽ വരുന്നത്? ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട് ഡോക്യുമെന്റ്സ് നമ്മൾ വണ്ടിയുടെ കാർസ് ബുക്ക് വാങ്ങിയെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഉള്ള ഒരു ഫയലാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മേജറായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ കംപ്ലീഷനും ഡിക്ലറേഷനും ആണ്. ഞങ്ങളുടെ പ്രോജക്റ്റ് ഞങ്ങൾ തീർത്തതിന്റെ അതിനെ സർട്ടിഫൈ ചെയ്ത് തരിക, അതുപോലെ തന്നെ നമ്മുടെ വാറണ്ടി ടേംസുകളും കാര്യങ്ങളും വെച്ച് 5 years നമ്മൾ വർക്ക്മാൻഷിപ്പ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റ് പ്രൊഡക്ട്സുകളുടെ കോമ്പണൻസിന്റെ ഒക്കെ വാറണ്ടികളും അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്. പിന്നെ ഇതിന് തൊട്ട് പുറകിൽ തന്നെ നമ്മൾ അതിന്റെ ഹാൻഡ് ഓവർ ഡോക്യുമെന്റ്സ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ഡോക്യുമെന്റുകളും കാര്യങ്ങളുമാണ്. കാരണം ഇതിന്റെ വാറണ്ടി കാർഡ്സ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇതിന്റെ ഒരു കോപ്പി നമ്മൾ കീപ്പ് ചെയ്യും, നിങ്ങളുടെ അതിന്റെ ഒറിജിനൽ നിങ്ങളും കീപ്പ് ചെയ്യും. അപ്പം എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഈ പറഞ്ഞ ഇതിലുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കീപ്പ് ചെയ്യണം. ഭാവിയിലുള്ള സർവീസ് മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നോക്കാനൊക്കെ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് ആദ്യത്തെ ഈ ഒരു പേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടറിന്റെ വാറണ്ടി കാർഡാണ്. പിന്നെ ഇതിൽ കാണുന്നത് ഓരോ പാനൽസിന്റെയും സെപ്പറേറ്റ് വാറണ്ടി കാർഡ്സ് ആണ്. പക്ഷെ ഇപ്പം മേജർ കമ്പനീസും എല്ലാം അവരുടെ വാറണ്ടി കാർഡ്സ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. UTL-നും അതുപോലെ തന്നെ ഓൺലൈൻ വാറണ്ടി കാർഡ്സ് ഉണ്ട്, ഡയറക്റ്റ് മാനുവലും ഉണ്ട്. ഇനി ഓൺലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, PDF ആയിട്ട് നമ്മുടെ മെയിലിൽ സൂക്ഷിക്കാം, പ്രിന്റ് അടിച്ച് നമുക്ക് ഇതിൽ വെക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമ്മളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മള് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബില്ല് നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബില്ല് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിരിക്കും, പല മെറ്റീരിയൽസ് മാത്രമായിട്ട് ബില്ല് ചെയ്യും. അപ്പം ഇത് ശരിക്കും നമ്മൾ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത് സോളാർ പവർ ജനറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നാളെ എന്തൊരു ലീഗൽ യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യണമെങ്കിൽ ഇത് 100% ഇൻസ്റ്റലേഷൻ, അതായത് കമ്മീഷനിങ് ചെയ്തിട്ടുള്ള ബില്ലായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും 5 kW പവർ ജനറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് എല്ലാ മെറ്റീരിയൽസിന്റെയും യൂണിക് സീരിയൽ നമ്പർ എന്ന് വെച്ചാൽ പാനൽസിന്റെ എല്ലാം സീരിയൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇൻവെർട്ടറിന്റെ സീരിയൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വാറണ്ടിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഇൻസ്റ്റലേഷൻ കമ്മീഷനിങ് ഓഫ് സോളാർ പവർ ജനറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പാർട്ടും കൂടി നമുക്ക് വരുന്നുണ്ട്. ഇതാണ് ശരിക്കും ഞങ്ങളുടെ സർവീസ് പാർട്ട്. ഇതില്ലാത്ത ഒരു ബില്ലാണ് എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ മാത്രമേ സപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുള്ള സ്കോപ്പേ വരുള്ളൂ, ഇൻസ്റ്റലേഷൻ വരില്ല, ബില്ലിന് വരില്ല. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻസ്റ്റലേഷൻ കമ്മീഷനിങ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ട്. ഇതിന്റെ വരണം, ബില്ലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നത്. സോ ഇതാണ് വരുന്ന ടാക്സ് ഇൻവോയ്സ്. ദെൻ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മുടെ DCR സർട്ടിഫിക്കറ്റ്. DCR സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ പല ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന മാർക്കറ്റിൽ കാണുന്ന പ്രവണത എന്താ വെച്ചാൽ 5 kW സിസ്റ്റം വെക്കുമ്പം 3 kW പാനൽ വെച്ചിട്ട് ബാക്കി 2 kW പിന്നെ നോൺ DCR പാനൽ വെക്കും. അപ്പൊ DCR പാനലിന്റെയും നോൺ DCR തമ്മിൽ അറൗണ്ട് ഏകദേശം 8000 രൂപയുടെ ഡിഫറൻസ് ആണ്. വാട്ടുമ്പോൾ 12 രൂപയുടെ മാറ്റമുണ്ട്. അപ്പം ഈ ഒരു മാറ്റം അവരും ചെയ്യും, കോർട്ടിൽ പ്രൈസ് കുറച്ചിട്ടൊക്കെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ 6 പാനൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് നിങ്ങൾ നാളെ ഭാവിയിലൊരു ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇഷ്യൂ നിങ്ങളുടെ പോർട്ടലിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്, ലോഗിൻ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർ ആ റിസ്ക് എടുക്കും, ചില ആൾക്കാർ പറയും ഞങ്ങളല്ല കസ്റ്റമറാണ്, അങ്ങനെ ഒരു പക്ഷെ പറയാം. അപ്പൊ അത്തരം റിസ്ക് ഒഴിവാക്കാൻ നിർബന്ധമായിട്ടും DCR സർട്ടിഫിക്കറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വാങ്ങുന്ന വേണം. അതിനകത്ത് ഞങ്ങൾ പ്രിന്റ് ചെയ്ത ആളുടെ പേരും സൈനോട് കൂടി വെക്കണം. പ്ലസ് നമ്മുടെ എല്ലാ സീരിയൽ നമ്പേഴ്സും ഈ നമ്മുടെ ബില്ലിൽ പറഞ്ഞിട്ടുള്ള സീരിയൽ നമ്പർ തന്നെ അല്ലേന്ന് വെരിഫൈ ചെയ്യണം. കാരണം ബിൽസിൽ ഒരു സീരിയൽ നമ്പറും ബിൽസിലെ സീരിയൽ നമ്പർ വാറണ്ടിക്ക് യൂസ് ചെയ്യാനാണ്. ഇത് ഓൾറെഡി നമ്മൾ ഗവൺമെന്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്താ വെച്ചാൽ വേറെ ആർക്കെങ്കിലും വെച്ച സീരിയൽ നമ്പർ വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഒഴിവാക്കാൻ നമ്മൾ രണ്ടും ഒരേ സംഭവമാണെന്ന് സീരിയൽ നമ്പർ ചെക്ക് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഇത് നമ്മുടെ പാനലിന്റെ ഡാറ്റാ ഷീറ്റ് ആണ്, അതിന്റെ BA സർട്ടിഫിക്കറ്റ്സ് ആണ്. അടുത്തത് അതുപോലെ തന്നെ നമ്മുടെ ഇൻവേർട്ടറിന്റെ ഡാറ്റാ ഷീറ്റ് ഉണ്ട്, അതിന്റെ BA സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് MCB പോലത്തെ ബാക്കിയുള്ള POM ഉണ്ടല്ലോ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ് കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ മീറ്ററിന്റെ പാർട്ട്. അപ്പൊ മീറ്ററിൽ എന്ന് പറഞ്ഞാൽ നാളെ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന് സർവീസിന് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് രണ്ടാമതൊന്ന് രണ്ടാമത് റീകണക്ട് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് റിപ്പോർട്ടിന്റെ കോപ്പി നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഓൾറെഡി KCB സബ്മിറ്റ് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ചിലപ്പം അവരത് തെരഞ്ഞെടുക്കുന്നില്ല, കോപ്പി കൂടി കീപ്പ് ചെയ്യണം. അത് നല്ലതാണ്. ദെൻ നമ്മുടെ ഇൻവെർട്ടർ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നമ്മുടെ ഭാവിയിൽ സർവീസ് ഒക്കെ വന്നിട്ട് ഇൻവെർട്ടർ ചേഞ്ച് ചെയ്ത് നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത് നമ്മുടെ പിന്നെ ഒരു ഫയലിനകത്തുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ മെയിൻ്റനൻസ് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ AMC കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മെയിൻ്റനൻസ് ചെക്ക് ലിസ്റ്റും അതിന്റെ ഹിസ്റ്ററിയും തരും. അതെന്താ വെച്ചാൽ അടുത്തൊരു ടീം അത് പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏതെങ്കിലും തരത്തിൽ കംപ്ലൈന്റുകളൊക്കെ വരുന്ന സമയത്ത് ചില കമ്പനികൾ വാറണ്ടിക്ക് മെയിൻ്റനൻസ് റെക്കോർഡ്സ് ചോദിക്കും. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനും വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ഫൈനൽ സമയത്ത് അതും ഡെലിവറി ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ സൂക്ഷിക്കണം തീർച്ചയായിട്ടും. പിന്നെ കുറെ എന്താ പറയാ കുറെ ആളുകൾ നമ്മുടെ അടുത്ത് മെസ്സേജ് ഒക്കെ ചോദിച്ച് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അത് ഞാനും ചോദിക്കാം.